പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. നല്ല സ്ഥലമാണല്ലോ, പുറകിലൊരു ബിൽഡിംഗ് കാണുന്നുണ്ടല്ലോ, ഇതെവിടെയാണ് എന്ന് ചിന്തിക്കുകയാണോ? ഏതോ ഒരു വലിയ പട്ടണത്തിലുള്ളതുപോലെ തോന്നുന്നുണ്ടോ? ഇത് നമ്മുടെ നാലുമാവടി എന്ന ഗ്രാമത്തിൽ, നമ്മുടെ ദൈവത്തിന്റെ കോമ്പൗണ്ടിൽ നിർമ്മിക്കപ്പെട്ട ദൈവത്തിന്റെ സത്രമാണിത്. അനേകം ജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാനായി വരുന്നു. കർണാടകത്തിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന്, ദൂരസ്ഥലങ്ങളിൽ നിന്ന്, വിദേശങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ വരുന്നുണ്ട്. എല്ലാവരും ഇവിടെ താമസിച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അവർക്ക് ചില ഹാളുകൾ ഉണ്ടാക്കിയിരുന്നു, അവിടെ താമസിച്ചിരുന്നു. ചിലർ തനിച്ചുള്ള മുറികളിൽ താമസിക്കാൻ ആഗ്രഹിക്കുമല്ലോ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ സത്രമെന്നൊരു കെട്ടിടം ഉണ്ടാക്കണം എന്ന്. ജനങ്ങൾ വന്ന് താമസിക്കാനായുള്ള മുറികൾ ഉണ്ടാക്കണമെന്ന്. തുടക്കത്തിൽ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കണമെന്നാണ് ആരംഭിച്ചത്. ഒടുവിൽ ഇതുപോലെ വലുതായിട്ടൊന്ന് ദൈവം നിർമ്മിച്ചു തന്നു. ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ ആശ്ചര്യം തോന്നുന്നു. ഇതെങ്ങനെ ഉണ്ടായി, എങ്ങനെ നിർമ്മിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ദൈവത്തിന്റെ അത്ഭുതമാണ്. ഞാൻ മനസ്സിൽ വിചാരിച്ചത് സാധാരണ രീതിയിൽ ചെറിയ ചെറിയ മുറികളുണ്ടാക്കി തകരത്തിന്റെ വാതിലുകൾ വെച്ചാൽ മതിയാവുമെന്നാണ്. എന്നാൽ ദൈവം വലുതായി തന്നെ ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഇവിടെ 225 മുറികളുണ്ട്. ഇപ്പോൾ അനേകം ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ട് പോകുന്നു. ഇതുപോലെ സൗകര്യപ്രദമായ ഒരു കാര്യം ദൈവം ചെയ്തു തന്നിരിക്കുന്നു. ഗോഡ്സ് ഇൻ, ദൈവത്തിന്റെ സത്രം എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കും ഇവിടെ വന്ന് താമസിക്കാവുന്നതാണ്. അതായത് കുറഞ്ഞ നിരക്കിൽ നല്ല സൗകര്യത്തോടെ ഇവിടെ താമസിച്ച് സമ്മേളനങ്ങളിൽ പങ്കെടുക്കാം, പ്രാർത്ഥിച്ചിട്ട് പോകാം. ശരി, ഇന്ന് ദൈവം നമുക്ക് തരുന്ന വാക്യം എന്താണ് എന്ന് വെച്ചാൽ, എബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. യേശു പറയുന്നു, എന്റെ മകളെ, മകനെ, ഞാൻ അനന്യനാണ്. യേശുവെന്ന ഞാൻ മാറാത്തവനാണ്. യേശുക്രിസ്തു അനന്യനാണ് എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, അന്ന് യേശുവിന് ജനങ്ങളുടെ മേൽ മമതയുണ്ടായിരുന്നു, പാപികളെ സ്നേഹിച്ചു. യേശുവിന്റെ ആ സ്നേഹം ഇന്നും മാറിയിട്ടില്ല, ഇന്നും അതേപോലെ സ്നേഹിക്കുന്നു. യേശു എത്ര മഹത്തായ കാര്യങ്ങൾ ചെയ്തു, അത്ഭുതങ്ങളും അടയാളങ്ങളും. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, മുടന്തന്മാരെ നടക്കുമാറാക്കി, രോഗികളെയെല്ലാം സൗഖ്യമാക്കി. ഇന്നും അതേപോലെ ചെയ്യുന്നു. രോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. ഇന്നും അതേ ശക്തിയുണ്ട്. അന്ന് അധികാരമുള്ളവനായിരുന്നു, പിശാചിനെ ഓടിച്ചു, അവൻ ഓടിപ്പോയി. ഇന്നും അതേ അധികാരത്തോടെ ഇരിക്കുന്നു. ഇന്നും യേശുവിന്റെ പേര് പറഞ്ഞാൽ പിശാച് ഓടിപ്പോകുന്നു. യേശുവിന്റെ സ്നേഹം മാറിയിട്ടില്ല, ശക്തി മാറിയിട്ടില്ല, യേശുവിന്റെ അധികാരം മാറിയിട്ടില്ല. യേശു മാറാത്തവനാണ്. മനുഷ്യന്മാര് മാറും. അന്നെങ്ങനെയുണ്ടായിരുന്നു, ഇപ്പോൾ മാറിയിരിക്കുന്നു. എന്തുമാത്രം സ്നേഹിച്ചതാ, ഇങ്ങനെ മാറുമെന്ന് വിചാരിച്ചതേയില്ല. മനുഷ്യന്മാര് മാറും. നമ്മീന്ന് നന്മകൾ നേടിയവർ പോലും മാറും. അവർ നമ്മെ മുറിവേൽപ്പിക്കുന്നത് കാണാറില്ലേ? എങ്ങനെ മാറിപ്പോയി, ഒരു നന്ദിയുമില്ല എന്ന് തളർന്നിരിക്കുകയാണോ? മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കുറച്ചുപേര് യേശുവിനെ അനുഗമിക്കുന്നവര് മാത്രമേ മാറാതിരിക്കുകയുള്ളൂ. എന്നാൽ മാറ്റമില്ലാതിരിക്കുന്ന ഒരാൾ യേശുക്രിസ്തുവാണ്. നിങ്ങളുടെ മേലുള്ള യേശുവിന്റെ സ്നേഹം മാറില്ല. ചിലപ്പോൾ ചില തെറ്റുകൾ ചെയ്തിരിക്കും, കുറച്ച് പിൻവാങ്ങിപ്പോയി. ഉടനെ ദൈവം മാറുമോ? ഇല്ല, യേശുവിന്റെ സ്നേഹം മാറില്ല. ഇന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ശക്തി മാറിയോ? ഇന്നും യേശു അത്ഭുതം ചെയ്യുന്നു, നിങ്ങൾക്കും ചെയ്യും. സൗഖ്യം വേണോ? വിമോചനം വേണോ? ഒരു കുടുക്കിൽ നിന്നും വിടുവിക്കപ്പെടണമോ? യേശുവിന്റെ ശക്തി മാറിപ്പോയിട്ടില്ല. യേശുവിന്റെ കരുണ മാറിയിട്ടില്ല, മനസ്സലിവ് മാറിയിട്ടില്ല. ഇന്നും അതേപോലെ മനുഷ്യരുടെ മേൽ മനസ്സുരുകി അത്ഭുതം ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. രോഗികളെ കണ്ട് യേശു മനസ്സലിഞ്ഞ് അനേകം അത്ഭുതങ്ങൾ നടക്കുന്നു. ഇടിവിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് വന്നാൽ എത്ര പേർക്ക് യേശു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസേന അത്ഭുതം നടക്കുന്നു. ഓരോ മാസവും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അത്ഭുതം നടക്കുന്നു. അതെങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കിയാൽ, അന്ന് യേശു ജനങ്ങളോട് മനസ്സലിഞ്ഞ് എങ്ങനെ അത്ഭുതം ചെയ്തുവോ അതേപോലെ ഇന്നും മാറാത്തവനായി അത്ഭുതം ചെയ്യുന്നു. അതാണ് കാരണം. അപ്പോൾ ആ യേശു മാറാത്തവനായി നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള യേശു മാറുന്ന ദൈവമല്ല. നിങ്ങളോടുള്ള യേശുവിന്റെ സ്നേഹം മാറില്ല. യേശുവിന്റെ ശക്തി മാറുകയില്ല. അതോർത്ത്, യേശുവേ, അങ്ങേക്ക് സ്തോത്രം, അങ്ങ് മാറാത്തവനാണ്. എന്റെ മേലുള്ള അങ്ങയുടെ സ്നേഹത്തിന് മാറ്റമില്ല. അങ്ങയുടെ ശക്തിയും അത്ഭുതങ്ങളും മാറില്ല, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയൂ. വലിയൊരു സന്തോഷം മനസ്സിലുണ്ടാവും. എല്ലാ തളർച്ചയും മാറുന്നതാണ്.
ഇന്ന് നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. ഏതോ ഒരു കാര്യത്തിൽ അത്ഭുതം വേണം, അല്ലേ? യേശുവിന്റെ അത്ഭുതങ്ങൾ മാറാത്തതാണ്, ശക്തി മാറാത്തതാണ്. ഇന്ന് നിങ്ങൾക്കും അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വാസത്തോടെ പറയൂ, യേശുവേ, അങ്ങ് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. മാറാത്ത അങ്ങയുടെ ശക്തിയെ വിശ്വസിക്കുന്നു. മാറാത്ത അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിക്കുന്നു. എന്നെ സമർപ്പിക്കുന്നു. എനിക്കൊരത്ഭുതം ചെയ്യുന്നു. ഇന്ന് ചെയ്യും. ഇന്ന് ഞാനൊരു അത്ഭുതത്തെ ഏറ്റുവാങ്ങും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ